ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആന കരിമ്പ് കാട്ടി കയറി വരുന്ന പോലെയാണോ മുറിക്കുള്ളിലേക്ക് കയറി വരുന്നേ? അത് അപ്പച്ചി, ഒരു മുറിക്കുള്ളിലേക്ക് കയറി വരുമ്പോ പാലിക്കാനുള്ള സാമാന്യ മര്യാദയുണ്ട്. കയറിക്കോട്ടെ എന്നുള്ള അനുവാദം ചോദിക്കണം. അത് അപ്പച്ചി. ഒരപ്പച്ചിയില്ല. എനിക്ക് ആ പാവത്തിനോട് വെറുപ്പോ ദേഷ്യമോ ഒന്നുമില്ല. ഇഷ്ടവും സഹതാപവും മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിനാ ഏട്ടൻ മിനുവേട്ടൻ തന്ന ഉണ്ണിയപ്പം വലിച്ചെറിഞ്ഞത്? ഓ അതോ, അത് പറയാം. വർഷേ, നിന്റെ ബിനുവേട്ടനാണെങ്കിലും പ്രകാശനാണെങ്കിലും അതല്ല ഇനി മനോജാണെങ്കിലും ആരാണെങ്കിലും നിന്നെ അധികമായിട്ട് സ്നേഹിക്കുന്ന എനിക്കിഷ്ടമല്ല. അവര് നിന്നെ സ്നേഹിക്കുന്ന മാത്രമല്ല, നീ അവരെ സ്നേഹിക്കുന്നതും എനിക്കിഷ്ടമല്ല. നിന്നെ സ്നേഹിക്കാനേ ഞാനുണ്ട്. ഞാൻ മാത്രം നിന്നെ സ്നേഹിച്ചാ മതി. നീ എന്നെ എന്റെ സ്നേഹം മുഴുവൻ നിനക്കും, നിന്റെ സ്നേഹം മുഴുവൻ എനിക്കും. അവിടെ മൂന്നാമതൊരാള് വേണ്ട. കരയാതെ, കരയല്ലേ, റിലാക്സ് റിലാക്സ്. സാരല്ലോ കരണ്ട. വന്നിട്ടുണ്ട് മാതൃകാ ദമ്പതികള്. അയ്യോ, മാതൃകാ ദമ്പതികൾ മാത്രമല്ല, ജഗന് കിട്ടിയ സ്ത്രീധനവും ഉണ്ട്. ആരോ ഉണ്ടാക്കിയ കുഞ്ഞിനെ ചുമന്ന് നടക്കുന്ന ഉണ്ണാക്കൻ. ഹരിതാന്റി, മാറി നിൽക്കങ്ങോട്ട്. വീട്ട് എനിക്ക് ഹരിതാന്റിയുടെ അടുത്ത് പോണം. ഒരു ഹരിത ആന്റി ഇല്ല. അല്ലെങ്കിൽ തന്നെ ഏതർത്ഥത്തിലാ ഹരിത നിന്റെ ആന്റി ആവുന്നത്? ഏട്ടത്തി, മോളെ വിട്. അങ്കിള്, ഹരിതാന്റി. മോള് കണ്ടില്ലേ, ഹരിതാന്റിക്ക് മോളെ ഓർമ്മയില്ല. മോളെ മാത്രമല്ല, ഹരിതാന്റിക്ക് ഈടെയായിട്ട് ആരും ഓർമ്മയില്ല. സ്വയം മറന്ന് നടക്കുക ഇപ്പോ. അല്ല ഹരിതേ, ഞാൻ അതല്ല ആലോചിക്കുന്നത്. അഷ്ടിക്ക് വകയില്ലാത്ത എല്ലാത്തിനെയും ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ ഇതെന്താ വല്ല സത്രമാണോ? അല്ല, അറിയാൻ പറ്റില്ല. അച്ഛനൊരു പൊതുപ്രവർത്തകനല്ലേ. ഇനി ഗേറ്റിന് മുന്നില് അനാഥാലയം എന്ന വല്ല ബോർഡും വെച്ചിട്ടുണ്ടോ? മോളെ വാ, നമുക്ക് അകത്തേക്ക് പോകാൻ വരട്ടെ. ജഗ, വിദ്യയെടുത്തേക്ക് ഒരു സംശയം. ഒന്ന് പറഞ്ഞു തന്നിട്ട് പോകാവോ? വിദ്യയെടുത്ത് ചോദിക്കേ. അല്ല, നീ വലിയ പൊതുപ്രവർത്തകനൊക്കെ ആണല്ലോ. ചിലപ്പോ നാളെ MLA-യോ മന്ത്രിയോ ഒക്കെ ആകേണ്ടവൻ. നാലാൾ അറിയുന്ന നീ ഇങ്ങനെ പോകുമ്പോ ആളുകൾ എന്തെങ്കിലും വിചാരിക്കില്ലേ? എങ്ങനെ പോകുമ്പോ ആളുകൾ എന്ത് വിചാരിക്കില്ലെന്ന്? നീയും ഭാര്യയും പോകുന്നതൊക്കെ. കൂടെ ഒരു കുട്ടിയെ കൂടി കാണുമ്പോ നമ്മുടെ നാട്ടുകാരല്ലേ, നാവിന് ഇല്ലല്ലാത്തതുകൊണ്ട് എന്തും വിളിച്ചു പറയും.
ഒന്ന് പ്രസവിച്ചവളെയാണ് നീ കെട്ടിയതെന്നൊക്കെ പറയുമ്പോ നിനക്കല്ലേടാ അതിന്റെ ഒരു നാണക്കേട്. ഏട്ടത്തി പറഞ്ഞാല് കാര്യമില്ലാതെ ഇല്ല. ഒരിക്കലും പ്രസവിക്കാത്തവളെയാണ് കെട്ടിയതെന്ന് പറയുന്നതിനേക്കാളും നല്ലതല്ലേ ഏട്ടത്തി ഒന്ന് പ്രസവിച്ചവളാണെന്ന് പറയുന്നത്? വാടി ഇങ്ങോട്ട്. എന്തിനാവശ്യമില്ലാത്തതൊക്കെ പറയാൻ പോയത്? ചിലതൊക്കെ ചോദിച്ചു വാങ്ങുന്നല്ലേ വന്ദനെ. മോളിതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. വന്ദനെ വാ. പോകുന്നത് കണ്ടില്ലേ, മോശം. എന്റെ കുഞ്ഞിനെ കൊന്നിട്ട് അവളുടെ ദത്തപുത്രിയായിട്ട് വന്നിരിക്കുക. പോട്ടെ, വേണ്ടി വന്നാ ഞാനൊരു അരക്കിലും തീർക്കും. എന്നിട്ട് എല്ലാത്തിനെയും ചേർത്ത് കത്തിക്കും ഞാൻ. നീ വാ ഇങ്ങോട്ട്. അപ്പച്ചി, എന്താടി ആന കരിമ്പ് കാട്ടി കയറി വരുന്ന പോലെയാണോ മുറിക്കുള്ളിലേക്ക് കയറി വരുന്നേ? അത് അപ്പച്ചി, ഒരു മുറിക്കുള്ളിലേക്ക് കയറി വരുമ്പോ പാലിക്കാനുള്ള സാമാന്യ മര്യാദയുണ്ട്. കയറിക്കോട്ടെ എന്നുള്ള അനുവാദം ചോദിക്കണം. അത് അപ്പച്ചി, ഒരപ്പച്ചിയില്ല. അത് പോട്ടെ, എന്താ രണ്ടും കൂടെ കാടിളക്കി കൊണ്ട് വന്നത്? അപ്പച്ചി, ആ ജഗൻ അവളെയും കൂട്ടി വന്നു. ആരെ? ആ വന്ദനയും കൂട്ടി ജഗൻ വന്ന കാര്യ പറയുന്നേ. വന്ദനെ അവിടെ നിർത്തിയിട്ട് വരണമെന്നല്ലേ അപ്പച്ചി പറഞ്ഞത്? വന്ദനെ അവിടെ നിർത്തിയില്ല. അത് പോട്ടെ, ഒരു കുഞ്ഞിനെ കൂടെ കൊണ്ടുവന്നിരിക്കോ ഇപ്പോ? കുഞ്ഞിനെ? അതെ അപ്പച്ചി, അതപ്പച്ചിക്ക് അറിയില്ലല്ലേ. ഈ വന്ദനയുടെ കല്യാണം മുൻപ് ഒരുത്തനുമായിട്ട് ഉറപ്പിച്ചതാ, ഒരു രണ്ടാം കെട്ടുകാരൻ. എന്തായിരുന്നു അയാളുടെ പേര്? രാജീവ് മേനോൻ. ആ, അതും ഒരു കഥയാ. വലിയൊരു പണക്കാരനായിരുന്നു ഈ രാജീവ് മേനോൻ. ഇവൾ അയാളുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫായിരുന്നു. ഒടുവില് കണ്ണും കലാശവും ഒക്കെ കാണിച്ച് ഇവൾ അയാളെ മയക്കിയെടുത്തു. അയാൾക്ക് ആദ്യ ഭാര്യയിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ ഭാര്യ മരിച്ചുപോയതാ. ഇരുവരും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചു. എന്നിട്ടെന്താ, ജാതകദോഷക്കാരിയായ ഇവളെ കെട്ടാൻ വന്ന രാജീവ് മേനോനും അമ്മയും മുഹൂർത്ത സമയത്ത് തന്നെ കാറിടിച്ച് ചത്തു. മാനത്തെ കൊട്ടാ